അവിടെ നീ പിടിച്ചു നീ കടന്നു വായിക്കാം. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇത് നിമിത്തം എന്റെ നിമിത്തം ഇത് നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അർപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ എത്ര ഭയങ്കരമായിരിക്കും. നമ്മളെ ക്രിസ്തുവിനെ സ്നേഹത്തിൽ തിരിക്കുവാൻ എന്തെല്ലാം വിഷയങ്ങൾ പിശാചും മനുഷ്യനും നിയമവും കൊണ്ടുവരുന്നത്. അതെല്ലാം നമ്മള് എന്തൊക്കെ വന്നിരുന്നാലും ശരിയാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം, ഈ കൊറോണ വന്നപ്പോഴും ഗവൺമെന്റ് എല്ലാവരും കൂടെ എപ്പോഴും നിർബന്ധിച്ച് കൊറോണ എടുക്കാത്ത എത്ര ആൾക്കാർ ഉണ്ട്, ഇവിടെയുണ്ട്. എടുക്കാത്ത എത്രയുണ്ട്. ചില പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരായിരുന്നു, അവരൊന്നും കൊറോണ ഇഞ്ചക്ഷൻ കൊടുത്തില്ല. അതൊക്കെ അവരുടെ വിശ്വാസം. അപ്പൊ എന്തെല്ലാം പ്രതികൂലം വന്നിരുന്നാല് അവരുടെ ഉള്ളിൽ വിശ്വാസം വന്ന് യേശു ഞങ്ങളുടെ കൂടെയുണ്ട്. യേശു അറിയാതെ ഇത് സംഭവിച്ചത്. അപ്പൊ ഇന്ന് പകൽ സമയം യേശുമാരുടെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ തക്കണം. ഈ വക വിഷയങ്ങൾ ജീവിതത്തിൽ വരാൻ ഏറെ ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ എങ്ങനെയായിരിക്കണം? വിട്ടുകൊടുക്കരുത്. പറയണം, ഇല്ല, യേശു എന്നെ രക്ഷിക്കും, യേശു എനിക്ക് മറുപടി തരും, യേശു എന്നെ വിടിവിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് പുറത്തു വരണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. 39 വായിക്കണം. എന്നെഴുതിയിരിക്കുന്നുവല്ലോ, നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തരം ഈ വന്ന സകല ഘട്ടങ്ങളിലും പൂർണ്ണ ജയം പ്രാപിക്കുന്ന. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകളോ. മരണത്തിനോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഇനി വരുവാനോ ഉള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ ആർക്കും കഴിയില്ല. സ്വത്രം എന്തെല്ലാം വസ്ത്രമം മരണത്തെ മുഖാമുഖം കണ്ടു. രോഗത്തിനവസ്ഥയുടെ കടന്നുപോയി. നിന്നകൾ കൊടുങ്കാറ്റൂടെ ആഞ്ഞടിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. നീ എങ്ങനെ മുൻപോട്ട് ചിന്തിച്ച സമയങ്ങളുണ്ടായിരുന്നു. എങ്കിലും വേദപുസ്തകം താഴെ വച്ചില്ല. ആ സമയത്ത് പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തിരുന്നു. ചില നിമിഷങ്ങൾ മണിക്കൂർ ദിവസം കഴിയുമ്പോ അതെല്ലാം ഒന്നൊന്നായി കർത്താവ് മറുപടി. അവിടെ ഞങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞില്ല. അവിടെ ഞങ്ങൾ പ്രാർത്ഥന കുറച്ചില്ല. വസ്ത്രം വരുന്തോറും ഈ പോലെ ആചരിക്കുന്തോറും പ്രാർത്ഥന കാക്ക കൂട്ടിക്കൊണ്ടിരുന്നു. കുടുംബമേ, ഓ ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുന്നു. നിങ്ങൾ യേശുവിനെ അറിഞ്ഞ് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ മാത്രമേ നിങ്ങൾ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. കലാഗ്രഹങ്ങളുള്ള ഒരു വിഷയത്തിലല്ലേ നിങ്ങൾ ആയിരിക്കുന്നത്. അമ്മേ, അതിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കേ. യേശു ജീവിക്കുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ മാനിച്ചിരിക്കും. നിങ്ങളെ സകല ബന്ധങ്ങളെ കർത്താവ് അഴിക്കും. അപ്പൊ നിങ്ങളെ ബന്ധങ്ങളെ പുറത്തു കൊണ്ടുവരും. സാക്ഷിയായി പുറത്തു കൊണ്ടുവരും. വിളിച്ചു നിൽക്കുക. അവൻ മാത്രമാണ് ഏക രക്ഷകൻ. മറ്റൊരുത്തന് രക്ഷയില്ല. മറ്റൊരു ദൈവത്തിനും രക്ഷയില്ല. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിലും ഏക മാർഗം, ഏക നാമം കർത്താവായ യേശുവിന്റെ നാമമത്രേ. അതുകൊണ്ട് ഞങ്ങളെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത് യേശുവിന്റെ അടുക്കൽ വരിക, യേശുവിനെ സ്വീകരിക്കുക. യേശു എത്ര നല്ലവൻ. ലോകത്ത് വന്ന ദൈവമാണ്. ഇത് കെട്ടുകഥയൊന്നുമല്ല, ഇത് കിണവിക്കഥയൊന്നുമല്ല. വന്നതിന്റെ ആയിരക്കണക്കിന് തെളിവ് ഇസ്രായേൽ ദേശത്തും പല യൂണിവേഴ്സിറ്റികളുമേ യേശു വന്നതും പോയതും ഒക്കെ കൃത്യമായി ലഭിക്കും. നമുക്കറിയാം, ഒന്നാമത്തെ തെളിവ് തന്നെ അതിൽ നമ്മുടെ കലണ്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങും ക്രിസ്തു വർഷം. അങ്ങനെ വായിച്ചിട്ടുണ്ടോ? ക്രിസ്തു വർഷം പഠിക്കുന്നില്ല, നോക്കറിയാം.